ജയറാമിൻ്റെ ദി കാർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ സോപ്പ് പൊടിയുടെ കവർ സൂക്ഷിച്ചു വെച്ച് ഒരു കാറ് സമ്മാനമായിട്ട് കിട്ടുകയും എന്നാൽ പിന്നീട് ആ കാറ് തന്നെ ജയറാമിൻ്റെ കഥാപാത്രത്തിന് ഒരു തലവേദനയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. 1992 പെപ്സിയും കൊക്കക്കോളയോട് മത്സരിക്കാൻ ഇതുപോലെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഈ പ്രൊമോഷൻ പെപ്സി കമ്പനിക്കാണ് തലവേദനയായിട്ട് മാറിയത്. രസകരമായ സംഭവമാണ്. വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കൂ. വർഷം 1992. സംഭവം നടക്കുന്നത് ഫിലിപ്പീൻസിലാണ്. ഓരോ പെപ്സിയുടെ ബോട്ടിലും വിൽക്കുമ്പോൾ അതിൻ്റെ ക്യാപ്പിൽ രഹസ്യമായിട്ടൊരു നമ്പർ ഉണ്ടാവും. ഓരോ ദിവസവും അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരു നമ്പറിന് 1 മില്യൺ പെസോസ് സമ്മാനമായിട്ട് ലഭിക്കും. അന്നത്തെ കാലത്ത് ഫിലിപ്പീൻസിലെ ശരാശരി മാസ ശമ്പളത്തിൻ്റെ 611 ഇരട്ടിയോളമായിരുന്നു ഈ തുക. അതുകൊണ്ട് ഏകദേശം 70% ജനങ്ങൾ തന്നെ ഈ നറുക്കെടുപ്പിൽ ഭാഗമായി. പെപ്സിയുടെ മാർക്കറ്റ് ഷെയർ 19.4% നിന്ന് ഒരു മാസം കൊണ്ട് 24.9% വളർന്നു. പക്ഷേ 1992 മെയ് 25 പെപ്സിക്ക് ആ അമളി പറ്റുന്നത്. അന്ന് പെപ്സി അനൗൺസ് ചെയ്ത വിന്നിംഗ് നമ്പർ 349 ആയിരുന്നു. സാധാരണ 2 പേർക്ക് മാത്രമാണ് വിന്നിംഗ് നമ്പർ കിട്ടാറുള്ളത്. എന്നാൽ അന്നേ ദിവസം കേസോൺ നഗരത്തിലെ പെപ്സി ഫാക്ടറിയിലേക്ക് തങ്ങൾ വിജയികളാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇരച്ചെത്തി. പെപ്സിക്ക് പതുക്കെ അവർക്ക് പറ്റിയ അമളി മനസ്സിലായി. പിറ്റേ ദിവസം അവർ ന്യൂസ് പേപ്പറിൽ 134 എന്ന നമ്പറാണ് വിജയിച്ചത് എന്ന് അനൗൺസ് ചെയ്തു. 349 എന്ന നമ്പർ തങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്നും അവർ പറഞ്ഞു. പക്ഷേ ജനങ്ങൾ ഇതിൽ തൃപ്തരായില്ല. 341 എന്ന നമ്പർ അടങ്ങുന്ന 8 ലക്ഷത്തോളം ബോട്ടിലുകൾ പെപ്സി ആ സമയത്ത് ഇറക്കിയിരുന്നു. അത് കൈവശം വെച്ചവർ തെരുവിൽ പ്രതിഷേധത്തിനിറങ്ങി. 10,000-കണക്കിന് ആളുകൾ പെപ്സിക്കെതിരെ പരാതി നൽകി. വലിയ കലാപങ്ങളുണ്ടായി. ഒടുവിൽ 349 എന്ന നമ്പർ കൈവശമുള്ളവർക്ക് $20 വെച്ച് നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ പെപ്സി ശ്രമിച്ചു. ചിലർ ആ തുക കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ പലരും നിയമ പോരാട്ടങ്ങൾ തുടർന്നു. കേസിൻ്റെ അവസാനം ലോട്ടറിയുടെ സമ്മാന തുകയുടെ 1.5 ഇരട്ടി ഫിലിപ്പീൻസ് വ്യാപാര വകുപ്പിന് പിഴ അടയ്ക്കാനാണ് വിധി വന്നത്. അതായത് 1.5 ലക്ഷം പെസോസ് പിഴയടച്ച് പെപ്സി തടി തപ്പി. തുടക്കത്തിൽ വലിയൊരു വിജയമായി മാറിയ മാർക്കറ്റിംഗ് തന്ത്രമാണ് പിന്നീട് ചെറിയൊരു പിഴവ് കാരണം വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത്. ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ചെറിയ ചില അശ്രദ്ധകൾക്ക് പോലും ചിലപ്പോൾ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരാറുണ്ട്. അതാണ് ചരിത്രം നൽകുന്ന പാഠം. കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഒന്ന് ഫോളോ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.